സാധാരണ ഭജന പ്രഘോഷങ്ങളുടെയൊക്കെ ഉദ്ദേശം പലപ്പോഴും ഈ മനുഷ്യന് അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുക, ആധ്യാത്മിക ജീവിതം പ്രഫുല്ലമാക്കുന്നതിന് വേണ്ടിയുള്ള അനുധാരികളെ ക്രമീകരിച്ച് തരിക തന്നെയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അറിവ് നമുക്ക് അനുഭവം തരണം. അറിവിൻ്റെ ഉദ്ദേശം എന്താ? ഡയറക്റ്റ് അറിവ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അനുഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അറിവ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഐഡിയ അല്ലത്. മതവിദ്യാഭ്യാസത്തിൽ എപ്പോഴും അറിവിന് അനുഭവം ഉണ്ടാകണം. അനുഭവം നമുക്ക് എന്താ തരണത്? വ്യക്തികൾക്ക് അനുഭവം ബോധ്യം നൽകും, അല്ലേ? ഈ ബോധ്യം നമ്മൾക്ക് എന്താ തരണത്? രണ്ട് ബോധ്യങ്ങൾ നമുക്കൊരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് രണ്ട് ഫാക്കൽറ്റി ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, ഒരു ഫാക്കൽറ്റി എന്താണ്? നമ്മുടെ ബുദ്ധി, അല്ലേ, ഇൻ്റലക്റ്റ്. മറ്റൊരു നമ്മുടെ വൈകാരികമായ മേഖല, വില്ല്, മനസ്സ്. രണ്ട് ഫാക്കൽറ്റി ഉണ്ട്. ഈ രണ്ട് ഫാക്കൽറ്റിയിലും നമ്മുടെ അറിവ് കൺകറൻ്റ് ആകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനോടും, രണ്ട് ഓഫീസിലും അതിന് സ്വീകാര്യമാകണം. ബുദ്ധിപരമായിട്ട് സ്വീകാര്യമാകണം, വൈകാരികമായിട്ടും സ്വീകാര്യമാകണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബുദ്ധിപരമായ ബോധ്യങ്ങൾ കിട്ടും, ഇൻ്റലക്ച്വൽ കൺവിക്ഷൻസ്. വൈകാരികമായിട്ട് നമുക്ക് ബോധ്യം, ഇമോഷണൽ കൺവിക്ഷൻസ്, വൈകാരിക ബോധ്യങ്ങൾ. ഈ ബോധ്യങ്ങൾ നമുക്ക് എന്താണ് ബോധ്യങ്ങളിലേക്ക് നമുക്ക് തരണത്? സാക്ഷ്യങ്ങളാണ്. ഈ സാക്ഷ്യം ഉണ്ടാണെങ്കിൽ ഇതിന് റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു റെഡിമെയ്ഡ് ഫുഡല്ലത്. സാക്ഷ്യം ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരണതാണ്. ആദ്യം എന്താ കിട്ടുന്നത്? ആദ്യം അറിവ് കിട്ടും. പിന്നെ എന്ത് ചെയ്യും? അറിവ് തന്നെ പലതരത്തിലുണ്ട്. അറിവ് നമുക്ക് അറിവ് കിട്ടുന്നത് ഇതിൽ ഇതോടാം. കുറേ അറിയാം ഇൻപുട്സുകൾ നമുക്കുണ്ട്. ഒന്ന് ചെവി, അല്ലേ, കേൾവിയിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ എന്താണ്? നമുക്ക് കണ്ണ് കാണാൻ പറ്റും, അല്ലേ, ഓഡിയോ, വീഡിയോ, അല്ലേ, വീഡിയോ കണ്ണ് കാണാൻ പറ്റും, കണ്ണിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ എന്താ കിട്ടുന്നത്? ടക്സിയോ, തൊട്ട് സ്പർശ്യമായിട്ട് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ. നമ്മൾ ഓരോ വസ്തുക്കളെ ചിലർ മണത്തും മനസ്സിലാക്കും, അല്ലേ, മുക്കുകൊണ്ട് മണം മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ടാണ് നല്ലതാണെങ്കിലും മോശം നമ്മൾ റിജക്റ്റ് ചെയ്യുക ചെയ്യണത്. മരിയനിൽ മാത്രമേ ഈ മണം വരുന്നുള്ളൂ. ബാക്കി മരിയനില്ലാത്ത ആധ്യാത്മിക വിഷയങ്ങൾക്കെല്ലാം മൂക്കിന് വലിയ പ്രാധാന്യമില്ല. അവിടെ മരിയനിൽ നല്ല പ്രാധാന്യമാണ്. ആൾക്കാർ അത് ഇക്കാലത്ത് അതായത് മരിയൻ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്തതിന് ശേഷം കേരള ജനതയ്ക്കും ലോക ജനതയ്ക്കും കിട്ടിയ പുതിയൊരു അനുഭവമാണ് ഈ മൂക്കുകൊണ്ട് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത്. അത് ഒരു ദിവസം എങ്ങനെയായാലും ഒരു 2-3 സാക്ഷ്യങ്ങൾ വരും. അതായത് മുല്ലപ്പൂവിൻ്റെ ശക്തമായ സ്മെല്ല് വരും. മുല്ലപ്പൂവൊന്നുമല്ല, കാര്യം നമ്മുടെ ഫയലില്ലേ, അതേ ഉള്ളതാണ് പ്രശ്നം. മുല്ലപ്പൂ ആയിരിക്കത്തില്ലതേ, നമ്മുടെ ഫയലില്ലേ, മലയാളികളുടെ ഫയലല്ലേ, നമ്മുടെ ബ്രെയിനിലുള്ള ഫയല് മലയാളി ഫയലല്ലേ. മലയാളികൾക്ക് അറിയാവുന്നൊരു സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യണ, ബ്രെയിൻ ഡിക്റ്റേറ്റ് ചെയ്യണത് മുല്ലപ്പൂവായിട്ടാണ്. അത് മുല്ലപ്പൂവിൻ്റെ മണം ആയിരിക്കത്തില്ലത്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ബ്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പറയും ഇത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ജാസ്മിൻ എന്ന് പറയും. അതായിരിക്കണം നിർബന്ധമില്ല, നമ്മളങ്ങനെ പറയണതാണ്. പക്ഷേ ചില കർണാടകക്കാരൻ ചിലപ്പോൾ വേറെ വല്ലതും പറഞ്ഞു തരും. കാര്യം അവന് കുറച്ച് അടുപ്പമുള്ള വിഷയം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അത് പറയണത്. എനിവേ, ഇതെല്ലാം ഇന്ദ്രിയ ഗോചരമായി വന്നിട്ടുണ്ട്. ഇത് ഈ കാലത്തല്ല, പഴയ നിയമത്തിലെ തന്നെ ഒരു നിലപാടാണത്.
സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും അതാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് യോഹന്നാൻ 1:1. യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് സംഭവം. അവിടെ മൂന്ന് ഫാക്കൽറ്റി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കണ്ണുകൊണ്ട് കണ്ടത്, ആദ്യം മുതൽ ഉണ്ടായതും, ഞങ്ങൾ കേട്ടതും, കണ്ണുകൊണ്ട് കണ്ടതും, കൈകൊണ്ട് സ്പർശിച്ചതും. ആരെക്കുറിച്ചാണ് ഇവർ പറയണത്? യോഹന്നാനെ പറയണത് ഈശോനെ കുറിച്ച് പറയണതാ. ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അപ്പോൾ ഈശോൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഈ ആദ്യം മുതലുണ്ടായിരുന്ന വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ കൂടെ വസിച്ച കാലത്ത് ആ ദൈവത്തിന് നെഞ്ചത്ത് കിടന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, കണ്ടതല്ല സൂക്ഷിച്ച് വീക്ഷിച്ചത് കൂടിയാണ്, കൈകൊണ്ട് സ്പർശിച്ചതാണ്. അപ്പോൾ ഈ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം എക്കാലവും ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വശംവദമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് വശംവദമാണ്. ആ യേശുക്രിസ്തു തന്നെയാണ് ചരിത്രത്തിലൂടെ നമ്മുടെ കൂടെ സമാന്തരമായിട്ട് നീളുന്നത്. അതിപ്പോൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഉണ്ടായിരുന്ന യേശു അനുഭവം തന്നെയാണ് ചരിത്രത്തിലൂടെ നമുക്ക് ചരിത്രത്തിന് സമാന്തരമായിട്ട് നമ്മുടെ കൂടെ അങ്ങ് ജീവിച്ചു പോണത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എക്കാലത്തും, അതുകൊണ്ട് യേശുക്രിസ്തു ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കൈയടിച്ച ശ്രദ്ധിക്കട്ടെ. അപ്പൊ അതായത് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിൽ നിന്ന് കാര്യത്തിലൂടെ അങ്ങ് ഭാവിയിലേക്ക് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പം ജീവൻ്റെ വചനം എങ്ങനെയാണ്? ജീവൻ്റെ വചനം യോഹന്നാനെ വെച്ച് നിൽക്കുന്നില്ല. ജീവൻ്റെ വചനം യേശുക്രിസ്തു ഇന്നലെയും പറഞ്ഞേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അടുത്ത വചനം എന്താണ്? എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നും ഇന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും യേശുവിനെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലാണ് ദൈവം രക്ഷാകരമായ സംഭവങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം പറയണത്. എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത്? അവർ അറിവിൻ്റെ തലത്തിൽ നിർത്താതെ എല്ലാത്തിനും ഇങ്ങനെ അപ്ലൈഡ് പറയും. അപ്ലൈഡ് തിയോളജി, അപ്ലൈഡ് അനുഭവ ദൈവശാസ്ത്രം പറയും. എന്താണ്? എക്സ്പീരിയൻഷ്യൽ തിയോളജി പറയും. എന്താണ്? എങ്ങനെയാണ്, എന്ത് ചെയ്താൽ ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? ആദ്യം മുതലുണ്ടായിരുന്നതും ഇന്ന് ഉള്ളതും നാളെ ഉണ്ടാകുന്നതുമായ ഈ ദൈവാനുഭവത്തെ എങ്ങനെ നമുക്ക് അവകാശമാക്കാൻ പറ്റും? അതിൻ്റെ റോൾ ഓഫ് ദി കവനൻറ്റ്, അതിന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയുടെ റോൾ എന്താണ്? അതാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല ഒരു പ്രാർത്ഥന സബ്ജക്റ്റിനേക്കാൾ ഉപരി ഈ ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളത്തെ മനുഷ്യന് അനുഭവിക്കുക. ഇപ്പം നമ്മുടെ കാലം കഴിയുമ്പോൾ വേറെ ഒരു തലമുറയുടെ വരത്തില്ലേ, അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വ്യക്തികളും കൈവരിക്കേണ്ട ചില അനുഭവ തലങ്ങളുണ്ട്. എങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ പറ്റും? അതാണ് പലപ്പോഴും റോൾ ഓഫ് ദി കവനൻ്റായിട്ട് വരണത്. കവനൻ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഞാനെപ്പോഴും നിങ്ങൾ പറയും,
ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താ പറയുക, ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതാണ് എപ്പോഴും അതിന് പ്രഖ്യാപിതമായ ഒരു പഠനമാണത്. ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇവിടെ ആൾക്കാരെ കേട്ടു നിന്ന സാക്ഷി ഇതാണ്. അതായത് ഒരു പയ്യൻസ് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ സ്വർഗസ്ഥ പിതാവ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രാർത്ഥനയും പപ്പ ബാൻ ചെയ്തിരിക്കണമെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ പപ്പ പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഈ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രം ചെല്ലിയാൽ മതിയെന്ന്. അപ്പം ഞാനോർത്ത് പിന്നെ എന്തിനാ ഇവന് ഉടമ്പടി വന്നത്? ഉടമ്പടി വരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മാത്രമല്ലല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ വീട്ടിൽ അവന് 10-27 വയസ്സുണ്ട്. ഇന്ന് വരെ ആ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ചെല്ലിച്ചിട്ടുള്ളത്. എന്ന് പപ്പ പറഞ്ഞു കൊടുക്കണ ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. വേറെ ഒരു പ്രാർത്ഥനയല്ല. അതാണ് പപ്പയുടെ സ്റ്റാൻഡേർഡാണ്. അത് ശരിയാണല്ലോ, ശരിയാണല്ലോ. പപ്പ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന, ഇതാണ് ഈശോ പഠിപ്പിച്ചത്. ഇതല്ലാത്ത വേറെ ഒരു പ്രാർത്ഥനയല്ല എന്നാണ്. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തത്? ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ദൈവത്തെ ഇടപെടുത്താൻ പറ്റണില്ല. കാര്യം പ്രാർത്ഥന നല്ലതാണെങ്കിലും, നമുക്കറിയാമല്ലേ, പ്രാർത്ഥന നല്ലതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾ നല്ലതായിരിക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു പ്രശ്നത്തിൽ പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായ മാത്രം പോരാ. പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലം വരാൻ എന്താണെന്നറിയോ? എന്താണ്? പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായിരിക്കും, പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം ശരിയായിരിക്കും. കാര്യം ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലേ. ഇപ്പോൾ ദൈവശാസ്ത്രത്തിൽ തെറ്റുണ്ടാകത്തില്ല. പക്ഷെ ഇത് ആക്ടിവേറ്റ് ചെയ്യണത് ആരാണ്? നമ്മളാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് ഈ യുദ്ധകാല അവസ്ഥ, യുദ്ധകാല അടിയന്തരാവസ്ഥയിൽ ഇതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോഴവരെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യണത്. നമുക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല, നമുക്കൊരു 5% സപ്പോർട്ട് കിട്ടിയാൽ മതി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ആ കൊണ്ടുവരുന്ന സംഭവങ്ങൾ നല്ലതാണെങ്കിലും ഉപയോഗിക്കാൻ അറിയാമോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ പൊട്ടയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്വർഗസ്ഥനായ പിതാവിന് പറ്റണ ഒരു അബദ്ധം അതാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തിയോളജിക്കലായിട്ട് കറക്റ്റാണ്, പക്ഷെ നമുക്കതിൻ്റെ മെക്കാനിസം അറിയത്തില്ല. അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. അപ്പോൾ ഇനി അതിനേക്കാൾ വല്ലാമുള്ള പ്രാർത്ഥന ഇല്ല. പക്ഷേ ഇത് ഉപയോഗിക്കണത് ആരാ? നമ്മളാണിത് ഉപയോഗിക്കുന്നത്. അതാണ് വിഷയം പറയണത്. നമ്മൾക്കിത് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടോ? അതാണ് പ്രശ്നം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് പ്രയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോയ്ക്ക് എന്താ പറ്റി? പെട്ടെന്ന് ഉത്തരം കിട്ടി. നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും. എന്താണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ആധ്യാത്മികമായ ഈടുവെപ്പ് ആ വ്യക്തിക്ക് ഉണ്ടാകണം. അത് നിസ്സാരമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 6:9 എടുത്ത്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതെല്ലാം ഒന്നാണ്. അതാണ് വിഷയം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്, ഇതെല്ലാം ഒന്നാ. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ദൈവനാമത്തിന് അതിൽ തന്നെ മഹത്വമുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഉപരി മഹത്വമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവറെ, ഇഗ്നീഷ്യസ് ലയോള ഒക്കെ കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതും. കത്തെഴുതുമ്പോൾ തന്നെ അത് ദൈവത്തിൽ തന്നെ മഹത്വമുണ്ട്.
പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളാലും ദൈവഹിതം നമ്മൾ ഏറ്റെടുക്കാനുള്ള നമ്മളുടെ ഡിസബിലിറ്റി, അതിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു സമർപ്പണം കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴിയും ദൈവനാമം മഹത്വപ്പെടും. ആ മഹത്വത്തിന് ഉപരി മഹത്വം എന്നാണ് പറയണത്. അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവറും ഇഗ്നേഷ്യസ് ലയോളയും കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി എന്ന് എഴുതാൻ കാര്യം, ഗ്ലോറി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഗ്രേറ്റർ ഗ്ലോറിയിലേക്കാണ് പോകുന്നത്. സ്വതവേ മഹത്വമുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകും. അത് തന്നെയാണ് ആ 3 വശവും കിടക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മിന്നൽപ്പിണർ പോലെ തന്നെ അതിന് മറുപടി ഉണ്ടായി. കാര്യം അത്രയും പെർഫെക്റ്റാണ് ആ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? ഈശോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന തന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നെ ഈശോ പ്രാർത്ഥിച്ച സമയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം, അതാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ഈശോ ശിഷ്യന്മാരെ താൻ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് ഈശോ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിരിക്കണത്. പിടിയിട്ടില്ലേ? ആ പ്രാർത്ഥന കറക്റ്റാണ്, പെർഫെക്റ്റാണത്. എന്താണ് 12:28? അത് 6:9 മത്തായി 6:9 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന തന്നെയാണ് 12:28 പ്രാർത്ഥിക്കുന്നത്. ഈശോയ്ക്കൊരു ജീവിത പ്രശ്നം ഉണ്ടായപ്പോൾ ഈശോ അത് ആക്ടിവേറ്റ് ചെയ്യണ ഈ പ്രാർത്ഥനയാണ്. എന്താന്ന് പറഞ്ഞ് 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്നാണ് പരിപാടി. വൈകി ഇത് പെട്ടെന്നാണ് കാര്യം. എന്താ? ആ പ്രാർത്ഥനയുടെ സ്വഭാവം തന്നെ പെട്ടെന്ന് അനുസരിച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ പ്രാർത്ഥനയുടെ ഡിസൈൻ ചെയ്ത്. തിയോളജിക്കലി പെർഫെക്റ്റ് ആണത്, ബിബ്ലിക്കൽ തിയോളജിക്ക് പെർഫെക്റ്റ് ആണത്, സ്പിരിച്വൽ തിയോളജി പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ടക്ക് എന്നാണ് ഉത്തരം കിട്ടുന്നത്. എന്താ പറയണത്? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോഴേ ഈ പ്രാർത്ഥന പെർഫെക്റ്റ് ആണ്. പക്ഷെ അതിന് ടൈം ഷോർട്ടനിങ് വന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥിച്ച ആൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായി? പ്രാർത്ഥിച്ച ആൾ ഓക്കെ ആയതുകൊണ്ടാണ്. നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കാര്യം ആ പ്രാർത്ഥനയും നമ്മളും തമ്മിൽ വലിയ ബന്ധമില്ല. അതാണൊരു പ്രശ്നം വരണത്. ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയണത് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാനുള്ള യോഗ്യത നേടിയെടുക്കുന്നതാണ്. യു ഗോട്ട് ദ പോയിന്റ്. ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുവാനുള്ള യോഗ്യത നേടുന്നതാണ്, അതിനുള്ള പരിശ്രമമാണ് ആധ്യാത്മിക ജീവിതം. അപ്പോഴേ നമ്മളിങ്ങനെ ഓരോ ദിവസം ചൊല്ലും തോറും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണത് എന്താണ്? കർത്താവേ, വെടിപ്പായിട്ട് പെട്ടെന്ന് ഇടിവെട്ട് പോലെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവത്തെ വെളിപ്പുറത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ. അപ്പം ജീവിതം ഈ കാര്യത്തിൽ ഈശോയുടെ ഗുണമെന്ന് പറയണത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് മാത്രമേ കണക്കാക്കത്തുള്ളൂ. അതാണ് ഈശോയുടെ ഒരു സമീപനം. നന്മ വന്നാലും തിന്മ വന്നാലും കേൾക്കണത് നന്മയാണ്. ഇപ്പം ജപ്തി നടപടി, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയി, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നു, നന്മ വന്നാലും അപ്പം നിങ്ങൾക്കെതിരെ ജപ്തി എൻ്റെ തമ്പ തലേ കൈ വെക്കും അല്ലേ? നമ്മുടെ ഫസ്റ്റ് ബോഡി ലാംഗ്വേജ് എന്താണ്? തലേ കൈ വെച്ചുകൊണ്ട്. ഈശോയുടെ രീതി എന്ന് പറയണത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോയ്ക്ക് ഒരേ നിലപാട് മാത്രമേ ഉള്ളൂ. നന്മ വന്നാലും തിന്മ വന്നാലും ഈശോയ്ക്ക് നന്മയായിട്ടേ കണക്കാക്കത്തുള്ളൂ. അതൊരു നിലപാടാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെയ്യാനുള്ള ആദ്യ മനോഭാവം ഇതാണ്. എന്താണ്? നന്മ വന്നാലും തിന്മ വന്നാലും നന്മയായിട്ട് കണക്കാക്കണം. പിടികിട്ടിയ
അതായത് എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥന ചൊല്ലാനുള്ള യോഗ്യതയായ നന്മ വന്നാലും തിന്മ വന്നാലും നന്മയായിട്ട് കണക്കാക്കാനുള്ള ആധ്യാത്മിക വളർച്ചയിലേക്ക് എന്നെ ഉയർത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11:4 ഈ വചനമുണ്ട്. നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് കണക്കാക്കും. അതൊരു നിലപാടാണത്, ജീവിതത്തിൻ്റെ സമീപനമാണത്. അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു നിലപാട് തറയാണ്. ലോഞ്ചിങ് പാടെന്ന് പറയത്തില്ലേ, അതുപോലെ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാടെടുക്കണം നമ്മൾ. നന്മ വന്നാലും തിന്മ വന്നാലും എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ട് മാറ്റത്തുള്ളൂ. അതാണ് വിഷയം. അതുകൊണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ടാണ് കണക്കാക്കത്തുള്ളൂ, തിന്മയായിട്ട് കണക്കാക്കത്തില്ല. അതൊരു ആധ്യാത്മിക വളർച്ചയാണ്. സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ചെല്ലാനുള്ള ഒരു യോഗ്യതയാണ് അത്. യോഹന്നാൻ 11:4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. എന്താണ് കേട്ടതെന്ന് നോക്കിയ 11:3 എടുത്തേ. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കലേക്ക് ആളയച്ചു. അപ്പൊ ഇത് സംഗതി സീരിയസ് ആണ്. അപ്പടെ ഈശോക്ക് സ്വകാര്യമായിട്ടുള്ള അടുപ്പമൊക്കെ ഉള്ളത് ഈ ലാസറുമായിട്ടാണ്. ഒത്തിരി പേര് ഇങ്ങനെ നിക്കഡേമോസ് രാത്രി ഈശോനെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ വിരലുണ്ടാകുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ കർത്താവിന് അതായത് പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടാകത്തുള്ളൂ. ആ പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിരുന്ന ഒരാളാണ് അത് ഈ ലാസർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ ലാസർ പെട്ടെന്ന് രോഗിയായിപ്പോയി. സത്യം പറഞ്ഞാൽ ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ തന്നെ ലാസർ മരിച്ചു പോയായിരുന്നു. പക്ഷേ പറഞ്ഞ ആളിനെ അറിയത്തില്ല ആൾ മരിച്ചു പോയെന്ന്. അവർക്ക് ഇന്നലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ ന്യൂസാണ് രോഗിയാണെന്നുള്ളത്. പക്ഷേ ഒരു 24 മണിക്കൂർ കഴിഞ്ഞില്ലേ, അതിനുള്ള ആൾ മരിച്ചു. അപ്പം കർത്താവിനറിയാം, കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ആൾ മരിച്ചു എന്ന്. പക്ഷേ ആ തിന്മയുള്ള സംഭവം, മരണം അല്ലെ രോഗം എന്ന് പറഞ്ഞാൽ തിന്മയുള്ള ന്യൂസ് കേൾക്കുമ്പോഴേ കർത്താവിൻ്റെ ഫസ്റ്റ് റെസ്പോണ്ട് എന്താ നോക്കിയേ? ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിഷയത്തിൽ 2 മഹത്വം, ഒരു വെടിക്ക് 2 പക്ഷം എന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ ഈശോ എപ്പോഴും മഹത്വം പറയുമ്പോൾ ഈശോ പറയണത് ആദ്യം പിതാവിൻ്റെ മഹത്വമാണ് പകർന്ന് ആ പിതാവിൻ്റെ വക്ഷസ്സിലെ ഏകജാതനെ പകർന്ന് കിട്ടുന്ന പിതാവിൻ്റെ മഹത്വമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹത്വം എന്ന് വെച്ചാൽ ഇപ്പം ലാസർ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണല്ലോ, സത്തയിൽ ഏകമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർ കണക്റ്റഡ് ആയത് കാരണം ആ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനോട് അപ്പം തന്നെ കൊടുക്കും, ഇയാളെ എഴുന്നേൽപ്പിക്കാൻ നിനക്ക് കഴിയും. അങ്ങനെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെ പിതാവ് മഹത്വപ്പെടുന്നതിലൂടെ നീ മഹത്വപ്പെടും. നീ മഹത്വപ്പെടുന്നതിലൂടെ ജനങ്ങളെ നീ പുനരുത്ഥാനവും ജീവനുമാണെന്ന് വിശ്വസിക്കും. അല്ലെങ്കിൽ നീ ചുമ്മാ കേവല പ്രവാചകനായിട്ട് നിന്നെ കണക്കാകത്തുള്ളൂ. നിന്നെ ഒരു ദൈവപുത്രനായിട്ട് ജനങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരണം, ജീവൻ നൽകാൻ കഴിയണം. അപ്പം അത് ജനങ്ങൾ കാണണം. അപ്പം നിൻ്റെ മഹത്വം ഇതിലൂടെ സംഭവിക്കും എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുന്നൊരു വിഷയം, പരിശുദ്ധാത്മാവിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. കാര്യം നിങ്ങൾ ആദ്യ കാലങ്ങളൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം കഞ്ഞി വെച്ചൊക്കെ പോകുന്നില്ലാതെ നിങ്ങൾ കുറച്ച് ചെല്ലുമ്പോൾ കർത്താവ് പിന്നെ അതെല്ലാം പേയ്മെൻറ്റുകളാണ്. ഉടമ്പടി വിജയിക്കുന്ന അവിടെയാണ്. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പം നമ്മൾ ചില ആപ്പുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ പറയും, ഫ്രീ നിങ്ങൾക്ക് ടാക്സ് ഇതിന് പൈസ അടയ്ക്കണ്ട, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് പറയും. അപ്പോൾ 5 പൈസ മുടക്കാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് പ്രിൻ്റ് കിട്ടത്തില്ല. ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും അതിൻ്റെ പ്രിൻ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് പറയാം, അത് വേറെ ആപ്പാണ്, അതിന് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും. അല്ല, അതാണ് വിഷയം. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് കുറച്ചുകൂടി ദൈവികമായ കുറച്ച് സീരിയസ് മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം പറയും അതെല്ലാം പേയ്മെൻറ്റാണ്, അതിന് നിങ്ങൾ ഇങ്ങനെ ILTS പ്രാർത്ഥിച്ചുകൊണ്ട്, വസ്തുവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അത് നടന്നുകൊണ്ട്, അങ്ങനെ കേവല ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിന് ബോധ്യപ്പെടുത്തണം. ഭയങ്കര പരിപാടിയാണ്. ഇപ്പോൾ നമുക്കൊരു ILTS പാസ്സാകാനോ അല്ലെങ്കിൽ ഇപ്പോൾ 10-50 കൊല്ലമായിട്ട് വിൽക്കാത്ത പറമ്പ് വിൽക്കാനോ, അതുപോലെ തന്നെ 20 കൊല്ലമായിട്ട് മക്കളില്ലെങ്കിൽ മക്കളെ ജനിപ്പിക്കാനോ മക്കളെ തരാനോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ദൈവത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് വേറെ. ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് വേറെ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ദൈവത്തെയാണ് നീ ലക്ഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നും, കാര്യം നിത്യത ഗ്യാരണ്ടി ഉള്ള കാരണം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിനക്ക് നിത്യത തരുന്ന ദൈവത്തെക്കുറിച്ച് നീ അറിയണം, വ്യക്തിപരമായിട്ട് അറിയണം. അപ്പം അതുകൊണ്ട് അതിന് ഇലക്കെ നീ നിലനിൽക്കുമോ? ചില അനുഗ്രഹങ്ങൾ നിനക്ക് തരാതിരുന്നത് കൊണ്ട് നീ വിശ്വാസം ഒന്ന് പോകുമോ? ഇപ്പം ജോലി കിട്ടണില്ല, എന്നാൽ പിന്നെ ഞാൻ ഉടമ്പടി അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് പോകാം. പക്ഷേ ആ ഒരു 0 ഹവറിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്നത് മനെ പോകരുത്. ഇപ്പോഴത്തെ പറയുന്ന ഗ്യാപ്പെന്ന് പറയണത് നീ ഈ വസ്തുക്കളിൽ നിന്നുള്ള പിടുത്തം വിട്ടിട്ട് ദൈവത്തെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കരുതിക്കൊണ്ട് ദൈവത്തെ നീ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് വരണത്. പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സെക്കൻഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. സെക്കൻഡ് സെക്ഷനിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം ചില അണ്ണന്മാർക്ക് പരിശുദ്ധാത്മാവുള്ള കാരണം അവർക്കറിയാം, പരിശുദ്ധാത്മാവ് അവർക്ക് നോട്ട് കൊടുക്കും, കുഴപ്പമില്ല ഇപ്പം നടക്കത്തില്ലെന്നേ ഉള്ളൂ, ഇതൊക്കെ നടക്കും, നീ ഇതിൻ്റെ പേരിൽ ദൈവത്തെ ഇട്ടിട്ട് പോകരുത്, നഷ്ടമായിരിക്കും. പരിശുദ്ധാത്മാവ് ഉപദേശകനാണ് ശരിക്കും പറഞ്ഞാൽ. പരിശുദ്ധാത്മാവ് ഇപ്പം ലാസർ മരിച്ചുപോയി, ഉടനെ പരിശുദ്ധാത്മാവ് ഈശോനോട് ഉപദേശം കൊടുക്കും, ഇതൊക്കെ ഒന്നും കാര്യമില്ല, ഇത് പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയുള്ള സമയമാണ്, അതുവഴി നീയും മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ബി കറേജിയസ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ഈ ആനന്ദമൊക്കെ ആവശ്യമായി വരണത്. ഗലാത്യർ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം. മതി, ഇത്രയും മതി. കണ്ട, ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞ സ്നേഹം, ആനന്ദം, സമാധാനം. ഇപ്പൊ ഈ ലാസ്റ്റർ മരിച്ചു, സ്നേഹിതനായ ലാസ്റ്റർ മരിച്ചു പോയിട്ടും ഈശോയ്ക്ക് സമാധാനത്തിന് കേടൊന്നുമില്ല. ഉണ്ടാ? ഇല്ല. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമുണ്ട്. ഈ രോഗം മരണകാരണം അല്ല, പിതാവ് മഹത്വപ്പെടാനുള്ളതാണ്. ഈ പിതാവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ള മഹത്വമാണ് ഈ വരാൻ പോണത്. കാര്യം എന്ന് കഴിഞ്ഞാൽ ഏകജാതൻ്റെ മഹത്വമാണ്. ഏകജാതൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പിതാവായ മഹത്വപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഏകജാതിന് ഓട്ടോമാറ്റിക്കായിട്ട് മഹത്വപ്പെടുന്നത്. ഇതൊരു വളരെ സീരിയസ് ആയിട്ട്, അതായത് ഈ പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഉള്ള ജീവിതം എന്ന് പറയുന്നത് യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതമാണ്. മനസ്സിലായില്ല? അത് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആധ്യാത്മിക ജീവിതം യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, അൾട്ടിമേറ്റായിട്ട് ഇത് പിതാവ്. ഇപ്പം ഞങ്ങളൊക്കെ, ഇപ്പം എൻ്റെയൊക്കെ കാര്യം പറയാം, ഞാൻ പിതാവുമായിട്ട് ഭയങ്കര ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എന്ത് പറഞ്ഞാലും പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഞാനൊരു പള്ളി പണിതപ്പോൾ ആദ്യമേ പിതാവിൻ്റെ രൂപമാണ് കൊണ്ട് മൊളിവിച്ചത്. ഐ നോ ഹു ഈസ് ഫാദർ. ഒരു പള്ളി പണിതാണ്, പള്ളി വാതിക്കൽ തന്നെ വെച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ രൂപമാണ്. അത് കഴിഞ്ഞാൽ പിതാവായ ദൈവം നമ്മളെല്ലാവരും ജോലി വേല കാര്യങ്ങളെല്ലാം എടുക്കണത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്താണ്? പിതാവിൻ്റെ മഹത്വപ്പെടുത്തി. ഈശോ ഈ ഭൂമി ജീവിച്ചിരുന്ന സമയത്ത് മുഴുവൻ ജോലി ചെയ്തിരുന്നതിൻ്റെ ഒറ്റ കാര്യം എന്താ? പിതാവെ എന്ന് വിളിക്കുമ്പോൾ ചങ്കറിഞ്ഞങ്ങ് വിളിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്താ പറയണത്? അങ്ങയുടെ നാമം പൂജിതമാകണം. എന്താ? എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും
എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അങ്ങയുടെ നാമം, അതാണ് വിഷയം, അത് വിഷയമാണ്. മനസ്സിലായില്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള അർഹത എന്ന് പറയണത് എന്താണ്? ഇപ്പം എൻ്റെ ജോലി പോയി, അപ്പോൾ എന്താ പറയണത്? ഇപ്പോൾ ഈശോ ലാസർ മരിച്ചു എന്ന് പറയുമ്പോൾ പിതാവേ ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ പോകുന്നു, പിതാവായ ദൈവവും അവന് മഹത്വപ്പെടാൻ പോകുന്നു. അപ്പം അത് ഇരട്ട മഹത്വമാണ് വരണത്. അപ്പം ഇതുപോലെ തന്നെയാണ് ഈശോയ്ക്ക് സ്വന്തം ജീവിതത്തിൽ, ഇത് ലാസർ എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയാണ്, ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എന്താണ് ഈശോ പ്രാർത്ഥിച്ചത്? അതും സ്വർഗസ്ഥനായ പിതാവൻ. അതും നമ്മൾ നേരത്തെ വായിച്ചത് എത്രയിലാണ്? 12:28 അല്ലെ? ഒന്നിൽ വായിച്ചത് യോഹന്നാൻ 12:28. പിതാവേ, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാം ക്രിസ്തുവിലുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കും. ക്രിസ്തു ഒരു വ്യക്തി സർവൈവ് ചെയ്യാൻ ആവശ്യമായ എല്ലാം ക്രിസ്തുവിലുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. പ്രാർത്ഥിക്കാം, പക്ഷെ ആ വ്യക്തികളിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രാർത്ഥനയുടെ ഫലങ്ങൾ ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മളത് ഉപ്പായിട്ട് വെഞ്ചരിച്ച് അവർക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? ഈ വെഞ്ചരിപ്പ് നേർച്ച വസ്തുക്കളിലൊക്കെ ഗുണങ്ങൾ അതാണ്. നേർച്ച വസ്തുക്കളൊക്കെ എന്താ ചെയ്യണത്? നിങ്ങൾക്കറിയാം, നേരത്തെ ഉപ്പല്ല നമ്മൾ കൊടുക്കണത്. നിങ്ങൾ ഓർക്കണം ഉപ്പ് വെഞ്ചരിച്ച് കൊടുത്ത് പറയരുത്. എന്താ ചെയ്യണത്? അത് ബൈബിളിലുള്ള ഒരു സംഭവമാണ് ഉപ്പ്. ബൈബിൾ ഉപയോഗിക്കുന്നതാണ് ഉപ്പ്. നമ്മളവിടെ എന്താ ചെയ്യണത്? നമ്മൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ഇപ്പം അവർ പരാജയമാണ് കർത്താവെന്നല്ലേ പറയണത്. ആത്മഹത്യ ചെയ്ത ആൾക്കാരെന്താ ചെയ്യണ? ആൾക്കാരെന്താ പരാജയമാണ് കർത്താവെന്നല്ലേ പറയണത്. അപ്പം നമ്മൾ പറയണത് എന്താണ്? മരിച്ചുയർത്തെഴുന്നേറ്റ യൂദാസിനാൽ വഞ്ചിക്കപ്പെട്ടും പത്തോസിനെ പീലാത്തോസിനെ കൈ കഴുകിയിട്ടും അത് പത്തോസിനെ തള്ളിപ്പറഞ്ഞിട്ടും മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവാണ് യഥാർത്ഥ കർത്താവ് എന്നാണ് നമ്മൾ പറയണത്. ഈ യേശു കർത്താവാണെന്നുള്ള എന്ത് ചെയ്യും? അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെ എന്ത് ചെയ്യണത്? ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത്, അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്, അല്ലേ? അപ്പം അത് കൊണ്ട് ഈ ഉപ്പ് ആശീർവദിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്താണ്? 2 ഫോർമുല ഉള്ളത്. എന്താണ്? യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ്. പിന്നെന്താണ്? ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ച് എഴുന്നേറ്റു എന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പം ഈ വ്യക്തി രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ വെഞ്ചരിച്ച ഉപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയം ഇപ്പം നമ്മൾ കൊടുക്കണത്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി എടുത്തവരായിരിക്കണം അത് കൊടുക്കേണ്ടതെന്ന് പറയും. അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം വൃത്തിയായിട്ട് ചെല്ലാൻ അറിയാവുന്നവരാണെന്ന് പറയണം. എന്താ കാര്യം? വിശ്വാസ പ്രമാണത്തിൽ ഇതെല്ലാം ഉണ്ട്. വിശ്വാസ പ്രമാണത്തിൻ്റെ കാച്ചി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്? ഈ റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെങ്കിൽ കപ്പാസിറ്റി വേണം. അല്ലാതെ പണ്ട് കാരിക്കസിൽ പഠിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് കാണാതെ താറാവ് കൊക്കണ പോലെ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആക്ടിവേറ്റ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തൊന്നല്ലാതെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അവിടെ വിഷയം ഞാൻ അച്ഛനായ കാലം മുതലേ ചെല്ലണ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയവും വിശ്വപ്രമാണത്തിൽ നിൽക്കും. എന്താ കാര്യം? ഇതിൻ്റെ അകത്തുള്ള TMD ഭയങ്കരമാണ്. ഇതിനെ ഘടിപ്പിച്ചിരിക്കുന്ന അണുബോംബെന്ന് പറയുന്നത് രക്ഷാസ്ഫോടനം നടത്തിയ അണുബോംബ ഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുന്നു. രണ്ടാമത്തെ എന്താണ്? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂക്ക 2:30 അതെന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോഴേ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഉപയോഗിക്കുന്നവൻ അതിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം. പിടിയാ
എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇത്. പക്ഷേ ഉപയോഗിക്കുന്ന ആൾ കറക്റ്റായിരിക്കണം, ഇതിൻ്റെ അകത്ത് ട്രെയിൻഡ് ആയിരിക്കണം ആളായിരിക്കണം. അല്ലാതെ വിശുദ്ധ പ്രമാണം പകുതി ചെല്ലിക്കുമ്പോൾ മറന്നു പോകും. ഒന്ന് ചെല്ലിയിട്ട് നോക്കിയേ. ചിലരോട് ഞാൻ നിങ്ങൾ ആ വിശുദ്ധ പ്രമാണം ചെല്ലാൻ പറഞ്ഞു, തപ്പിത്തുടങ്ങി എൻ്റെ അച്ഛൻ മറന്നുപോയെന്ന് പറയും. അതാ വിശുദ്ധ പ്രമാണം മറന്നുപോയത് തന്നെയല്ല പ്രശ്നം, അതിനെക്കുറിച്ച് ഒരു ഐഡിയ അയാൾക്കില്ല. അയാൾ പണ്ടത്തെ എന്തോ പ്രാർത്ഥന പോലെ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുകയാണ്. അതല്ല, ഇതിപ്പോൾ മൊത്തം അനുഭവം. ഇത് ഇടുന്ന സ്ഥലത്ത് അങ്ങോട്ട് അവിഞ്ഞു പോവുകയുള്ളൂ. അത്രയ്ക്ക് ഒന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ്. കാര്യം രക്ഷയുടെ മുഴുവൻ ഫോർമുലയാണ്. നൈസൈൻ സുനദോസ് വെച്ച് ചെയ്താൽ ഒന്നാമത്തെ, രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ നൈസൈൻ സുനദോസിൽ വെച്ച് പിതാക്കന്മാർ 418 പിതാക്കന്മാർ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാസങ്ങളോളം പ്രാർത്ഥിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇന്ന് വരെ അത് മാറ്റിയിട്ടില്ല. അടിസ്ഥാന അപ്പോസ്തലിക സഭയിലെല്ലാം ഇത് തന്നെയാണ് പറയണത്. ഓർത്തഡോക്സിലും ചില ഈ പ്രകാശത്തു നിന്നുള്ളതും പുത്രരിൽ നിന്നുള്ള ചെറിയ ഡിവിഷൻസ് വരുത്തി എന്നുള്ളല്ലാതെ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് വിശുദ്ധ പ്രമാണം. അപ്പോൾ വിശ്വാസ പ്രമാണം അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. പിന്നീട് ആര്യനിസം, മൊണോഫിസിസം ഒക്കെ പോലെയുള്ള കുറച്ച് ഏകദൈവതാവാദമൊക്കെ വന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലന്മാർ ഡെഫിനിഷൻ വെച്ചത്. അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് കുറച്ച് കാര്യങ്ങൾ കുർബാനയ്ക്ക് നമ്മൾ ഇരട്ടി പറയാൻ നമ്മുടെ വിശുദ്ധ പ്രമാണം അല്ല കുർബാനയ്ക്ക് വായിക്കുന്നത്, അത് നൈസൈൻ ക്രീഡ വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിശുദ്ധ പ്രമാണം വായിക്കുമ്പോൾ അത് പറയുമ്പോൾ അതിന് തക്ക പിതാവിനുള്ള സ്നേഹം ഉണ്ടാകണം. എന്താ കാര്യം? പിതാവാണ് ആദ്യത്തെ ആൾ അതിൻ്റെ അകത്ത്, അല്ലേ? വിശ്വപ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ പിതാവ് തന്നെ കണ്ടില്ലേ? ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രശ്നം ഇതിൻ്റെ അകത്ത് പിതാവ് വരുന്നുണ്ട്, പുത്രൻ വരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിത്തറ ഒരു വീട് കെട്ടണ മുമ്പ് അതിൻ്റെ വാനം കുഴിച്ച് നല്ല അടിത്തറ കിട്ടിയിട്ടാണ് നമ്മൾ അടുത്ത പ്രാർത്ഥന. അതുകൊണ്ട് ഉടമ്പടിയിൽ ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലണം നമ്മൾ, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരെയും ചെല്ലണത്. ആദ്യം അടിത്തറ ഇടും. അടിത്തറ ഇടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയണത്, വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവം നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണത് നീ ചെല്ലിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് ആദ്യമേ കയറി പറയും ചെയ്യും. അതാണ് കുഴപ്പം. നിത്യത വരെ പോകേണ്ട ഒരു യാത്രക്കാരിയാണ്, എന്നും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരാളാണ്. അത് ചെല്ലണമെന്ന് പറയുമ്പോൾ അതിൻ്റെ TMD ടൺ കണക്കിന് ഭാരമുള്ളതായി മാറും. അതുകൊണ്ട് എപ്പോഴും ദൈവവുമായിട്ടുള്ള എല്ലാ വിഷയത്തിലും പിതാവിനെ ചേർക്കേണ്ടി വരും, പുത്രനെ ചേർക്കേണ്ടി വരും, പരിശുദ്ധാത്മാവിനെ ചേർക്കേണ്ടി വരും. പത്രോസിന് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ, പത്രോസാണല്ലോ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല്ലുണ്ടാക്കിയത്. പത്രോസാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല്ലുണ്ടാക്കിയത്. അങ്ങേർക്കറിയാം. യോഹന്നാൻ അല്ല ശരിക്കും പറഞ്ഞാൽ, ഞങ്ങളും പത്രോസാ പറയണത്, ഞങ്ങളും അവൻ്റെ കൂടെ മറുരൂപം മലയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം രൂപാന്തരം എന്താണ്? 2 പത്രോസ് 1:17 പിതാവായ ദൈവത്തിൽ നിന്ന് കേട്ടോ പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പത്രോസ് എന്താണ് കണ്ടത്? പിതാവായ ദൈവത്തിൽ നിന്ന് പറഞ്ഞേ, പിതാവായ ദൈവത്തിൽ നിന്ന് മഹത്വവും ബഹുമാനവും അവൻ സ്വീകരിച്ചു. ഈശോ സ്വീകരിച്ചു. പറഞ്ഞോളൂ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. അപ്പോൾ ഇത് പത്രോസ് നേരിട്ട് കണ്ടതാണ്. കാര്യം കർത്താവിൻ്റെ മഹത്വം മുഴുവൻ ഏകജാതൻ്റെ മഹത്വമാണ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഈശോയിലേക്ക് വന്നതാണെന്ന് കണ്ടു. ഈശോയിലേക്ക് വന്നത് കൊണ്ടാണ് പത്രോസ് പിന്നീട് രക്ഷയുടെ ഫോർമുല ഉണ്ടാക്കിയപ്പോൾ പത്രോസ് പറഞ്ഞത്, മറ്റൊരുവരിലും ഇനി രക്ഷയില്ല. കാര്യം മഹത്വം ഞങ്ങൾ കണ്ടത് ഇവൻ്റെ അടുത്തേക്ക് വരണമാണ് കണ്ടത്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഇവൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഞങ്ങൾ കണ്ടത്.
വേറെ ആരുടെത്തേക്കും വന്നിട്ടില്ല, വന്ന ചരിത്രവുമില്ല. അപ്പം അതുകൊണ്ട് ഇവനാണ് ദൈവത്തിൻ്റെ സ്വീകാര്യൻ. കാര്യം ഇവന് പ്രസാദിച്ചിരിക്കണം എന്നല്ലേ പറയണത്. അതാണ് പക്ഷേ മോസസിൻ്റെ അടുത്ത് വന്നെങ്കിലും, മോസസിനെ പ്രസാദിച്ചെന്ന ദാവീദിൻ്റെ അടുത്ത് വന്നെങ്കിലും ഇവൻ എൻ്റെ പ്രിയ പുത്രനാണെന്ന് ഇവന് പ്രസാദിച്ചിരിക്കണമെന്ന അംഗീകാര മുദ്ര കൊടുത്തിട്ടില്ല. ഈ അംഗീകാര മുദ്ര ഭയങ്കര സീരിയസാണ്. അതുകൊണ്ടാണ് യോഹന്നാന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. എന്താ കാര്യം? ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ ബലിയർപ്പിച്ചാൽ അതിന് പരിഹാരം കിട്ടും. അതാണ് ഈശോ തന്നെ പറയുന്നുണ്ടത് പരിശുദ്ധാത്മാവിൽ. പിതാവ് ദൈവം എന്നിൽ അംഗീകാരം മുദ്ര. ടേക്ക് എ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 6:27. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ. ഇതാ വിഷയം നോക്കിയേ, നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം വരണത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അനശ്വരമായ അപ്പത്തിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവന് ഈശോയാണ് അംഗീകാര മുദ്രയുള്ള ഒരേ ഒരു രക്ഷകൻ. ഇതറിയാവുന്നത് യോഹന്നാനെ ഇതിനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വം എന്നൊക്കെ അദ്ദേഹം പറയും. പിതാവിനെ കണക്ട് ചെയ്താണ് പിന്നീട് ഈ യോഹന്നാനും പത്രോസുമാണ് ഇവരെ രണ്ടുപേരും മറുരൂപമലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. രൂപാന്തരീകരണ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ആ യോഹന്നാൻ 1:14 വായിച്ച്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ഈശോയുടെ മഹത്വത്തിന്റെ പേരില് വന്നിരിക്കുന്ന ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. മഹത്വം പലതുണ്ട്. യോഹന്നാനി എപ്പോഴുള്ള കുഴപ്പം, എന്ത് പറഞ്ഞാലും സത്യവും മിഥ്യവും എന്ന് പറയും. ഐ ആം ദ റിയൽ ബ്രെഡ്, ഞാൻ ജീവൻ്റെ അപ്പം, യഥാർത്ഥ അപ്പമാകുന്നു, ഞാൻ യഥാർത്ഥ പാനീയമാകുന്നു. അപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഈശോയെ സംബന്ധിച്ച് വരുമ്പോൾ ഈശോ റിയലും മറ്റുള്ളത് ഫാൾസുമായിട്ടേ പറയത്തുള്ളൂ. അത് യോഹന്നാൻ്റെ ക്രിസ്തു അനുഭവമാണ്. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ മനസ്സിലായതാണ്, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാൾസാണെന്ന് യോഹന്നാൻ പറയും. ഇത് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ രക്ഷയുടെ കാര്യത്തിനാണ്. രക്ഷയുടെ കാര്യത്തിന് മഹത്വത്തിൽ എന്താ പറയണത്? അതിന് സത്യം എന്നുള്ള വാക്ക് എക്സ്ട്രാ ചേടി വെക്കും. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിതാവിന്റെ ഏകജാതന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? കൃപയും സത്യവും നിറഞ്ഞതാണ്. അതുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഈ കൃപയും സത്യവും നിറയാത്ത ബാക്കിയെല്ലാം ഫാൾസ് ആണെന്ന് യോഹന്നാൻ സ്റ്റേറ്റ് ചെയ്യുകയാണ്. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പത്രോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ പത്രോസ് എന്ത് പറയും? പത്രോസ് പറയും യേശു മാത്രമാണ് സത്യമെന്ന് പറയും. എന്താ കാര്യം? അതാണ് മറ്റൊരുവൻ രക്ഷയില്ല. 4:12 എടുത്ത് നടപടി പുസ്തകം. ശ്രുതികട ഹല്ലേലൂയ. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ കൂടെ വായിക്കണം, പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കുന്നു. മറ്റൊരു നാമവും രക്ഷയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നൽകപ്പെട്ടില്ല എന്നതിൻ്റെ കൂടെ വായിക്കണം, പിതാവായ ദൈവത്തിൻ്റെ മഹത്വവും സത്യവും കൃപയും നിറഞ്ഞ മഹത്വം എന്ന്. അപ്പം സത്യവും കൃപയും നിറഞ്ഞ മഹത്വം യേശുക്രിസ്തുവിൻ്റെത് എന്നുള്ളത് എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയുടെ നാമമാണ്. അതാണ് ശ്രീയേശു നാമം,
രക്ഷയുടെ നാമം. ശ്രുതികട ഹല്ലേലൂയ. മറിയം കാനായിലെ കല്യാണത്തിൽ വെച്ച് ആവശ്യപ്പെട്ടത് എന്താണ്? പിതാവേ, അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇത് തന്നെയാണ് ഈശോ പ്രാർത്ഥിച്ചത്. 12 ഈശോനെ പ്രാർത്ഥിച്ച പിതാവേ, അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക വഴി ഏകജാതൻ്റെ നാമം മഹത്വപ്പെടണം. ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോഴേ ഈ ലാസർ മരിച്ചപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ്? ഈ രോഗം മരണകാരണമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. അപ്പോൾ മഹത്വം വന്നില്ലേ? ഇല്ലേ? മോശം കാര്യത്തിനും മഹത്വം എന്നാണ് ഈശോ അതിനെ അഡ്രസ്സ് ചെയ്യണത്. ഇനി ഇപ്പോഴും മാതാവ് എന്താ ചോദിച്ചിരിക്കണത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം നിങ്ങളുടെ വസ്തു വിൽക്കണില്ല, നിങ്ങളുടെ കല്യാണം ഒക്കണില്ല, നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നല്ല ബോധമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് വൈസായിട്ടായിരിക്കും അതിനൊക്കെ സമീപിക്കുന്നത്. പക്ഷേ റീഡ് ചെയ്യണത് സ്വർഗമെന്ന് റീഡ് ചെയ്യണത് അങ്ങനെയല്ല. എന്താ ചെയ്യണത്? അമ്മ പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, ഈ ഒരു അടയാളം വഴി അങ്ങയുടെ മകൻ്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നതാണ്. അപ്പം അങ്ങനെ മഹത്വപ്പെടുത്തണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈം ഷോർട്ടനും ചെയ്യും. എന്താ കാര്യം? ഈശോയ്ക്ക് 12:28 ടൈം ഷോർട്ടൻ ചെയ്തില്ലേ? ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഇനിയും മഹത്വപ്പെടുത്തുന്ന പറഞ്ഞത് എന്താണ്? ആ മഹത്വപ്പെടുത്തുന്നത് ചോദിച്ചതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മളുടെ ഓരോ വിഷയത്തിലും അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ല നിങ്ങളുടെ ഇപ്പോൾ ആ ജോലി നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾ ഇതിനോട് അളിഞ്ഞ മോന്ത്യമായിട്ട് പോയി ഇട്ട പാമ്പ് കിടക്കണ പോലെ കടല ചുരുണ്ടി കൂടി ഭക്ഷണം കഴിക്കത്തില്ല, ഇങ്ങനെയുള്ള അലപരാധികൾ വന്നിട്ട് ഉടമ്പടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഇത്തിരി സബ്ലിമേറ്റ് ആയിട്ടുള്ള ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാർക്കുള്ളതാണ്. കാര്യം അത് മഹത്വത്തിൻ്റെ പ്രാർത്ഥനയാണ്. അല്ലാതെ ഒരു ദിവസം നോക്കിയപ്പോൾ അന്ന് നമ്മൾ കുറേ പ്രാർത്ഥിച്ചതല്ലേ, നിലത്തിരി മാറി പച്ചത്തിരിയും കഴിഞ്ഞ് അപ്പോൾ ആൾക്കാർ ഈ മരുന്ന് കൊടുക്കണ പോലെയാണേ. ഈ പണ്ട് ഔൺസ് കുപ്പിയൊന്നും സാധനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഔൺസ് കുപ്പിയൊന്നും ഈ സർക്കാർ ആശുപത്രി ഇപ്പോൾ ഞാനും പണ്ട് പോയിട്ടുള്ള കുഞ്ഞുനാളിൽ സർക്കാർ ആശുപത്രി പോകുമ്പോൾ എല്ലാത്തിനും കൂടി അവർ ഒറ്റ കുപ്പി ഉണ്ടാക്കത്തുള്ളൂ അവിടെ. അത് കമ്പൗണ്ടറാണ് കൊടുക്കണം, കോമ്പൗണ്ട് ചെയ്ത് തന്നെ ആൾ. അയാൾ അവിടെ നിന്ന് ഇവിടുന്ന് പൊടിയൊക്കിയിട്ട് കുലുക്കിയിട്ട് നമ്മൾ ഔൺസ് കുപ്പിയിൽ തരും. വീട്ടിൽ വന്ന് വെച്ചിട്ട് ഔൺസ് കുപ്പിയിൽ ഇങ്ങനെ കണക്കുണ്ടാകും, 1, 2, 3 ഔൺസ്, 2 ഔൺസ്, 3 ഔൺസ്. ഇപ്പം കുപ്പി അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നിട്ടിത് കുടിച്ചിട്ട് ഞാൻ തന്നെ ഓർക്കും, ഇത് പകുതി ആകുമ്പോൾ 2 ഔൺസ് കുടിച്ചിട്ടുണ്ട്, എന്നിട്ട് വയറ്റ് ക്ഷീണം മാറില്ല, ചുവ മാറിയില്ല. അപ്പം നമ്മളിതുപോലെ നീലത്തിരി ഒരെണ്ണം തീർന്ന്, പച്ചത്തിരി ഒരെണ്ണം തീർന്ന്, ഇത് മനസ്സിലായില്ലേ? ആൾക്കാർ കണക്കാക്കുന്ന രീതിയിൽ വരുന്ന അപകടകരമായൊരു ഉടമ്പടി സമീപനമുണ്ട് നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ദൈവത്തെ പച്ചത്തിരി നീലത്തിരി വെച്ച് അളന്ന് നോക്കുന്നു, അതിൻ്റെ ഒരു അപകടകരമായൊരവസ്ഥയാണ്. ഇന്നലെ ഈ വെള്ളിയാഴ്ച ഒരു സാക്ഷി ഇവിടെ പറഞ്ഞ് അവരുടെ സാക്ഷ്യം കേട്ടാൽ നമുക്കുണ്ടല്ലോ ഞെട്ടിപ്പോവും. അവർ പറഞ്ഞത് എൻ്റെ 15ാമത്തെ ഉടമ്പടി പുതുക്കലാണിത്. 15ാമത്തെ ഉടമ്പടി പുതുക്കേ. ഇപ്പം ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോഴേ ഒരു 90 ദിവസം വേണമല്ലോ ഒരു ഉടമ്പടി പുതുക്കണമെങ്കിൽ. അത് 15 എന്ന് പറയുമ്പോൾ ഒരു 1500 ദിവസം ഇവർ സംഭവം പുതുക്കിയിരിക്കുകയാണ്. അവർ പറഞ്ഞു ഞാൻ എന്തുമാത്രം ആയിരക്കണക്കിന് പത്രമാണ് മേടിച്ചു കൊടുത്തിരിക്കണത്. ഇപ്പോഴും കൊടുക്കുമ്പോൾ ആവേശമാണ് അവർക്ക്. എന്നിട്ട് അവർ കുറേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15ാമത്തെ ഉടമ്പടി പുതുക്കി നിൽക്കുമ്പോഴും 15 എന്ന് പറയുമ്പോൾ 4 കൊല്ലം 3.25 കൊല്ലമായി. 3.25 കൊല്ലം തുടർച്ചയായിട്ട് ഒരു ഉടമ്പടിയിലാണ്. എന്നിട്ട് ആ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയണത് അത്രയും കാര്യം അവർ പറയണത് ഞാൻ തന്നെ പറഞ്ഞു വിട്ട 1500 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ. ഞാൻ തന്നെ പറഞ്ഞു വിട്ട 1500 പേര് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കോമ്പറ്റ് ചെയ്യണത് നിങ്ങൾ ഈ ഔൺസ് കുപ്പി പോലെ നിലത്തിരുന്ന് തീർന്നല്ല, എന്നിട്ട് വിസ വന്നില്ല എന്നൊക്കെ നോക്കി ദൈവത്തിന് തിരികൊണ്ട് അളക്കണില്ലേ? ഈ പെരിച്ചാളികളെല്ലാം മനസ്സിലാക്കണം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ കോമ്പറ്റ് ചെയ്യണത് ഭയങ്കര സിംഹങ്ങളുമായിട്ടാണ്. അതായത് 1500 പേരെ ഉടമ്പടി എടുപ്പിക്കുകയും അവിടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തെ വെളിച്ചം കടത്തിവിടുകയും ഇനിയും കർത്താവിന് വേണ്ടി ഒരംഗത്തിനൊരു ബാല്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി ആവശ്യത്തോടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ഈ തിരിവെച്ച് കർത്താവിനെ അളക്കുന്ന ആൾക്കാർ കോമ്പറ്റ് ചെയ്യണമെന്ന് ഓർത്തേക്കണം. ആദ്യം നിങ്ങൾ തീരുമാനിക്കുക, യേശുക്രിസ്തു 1ാം സ്ഥാനം കൊടുക്കുക.
ബാക്കി ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുക്കുക. ബാക്കി എന്താണ്? ഇപ്പം നിങ്ങളെന്ത് പറ്റണമെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന വിഷയത്തിന് ആണ് ഒന്നാം സ്ഥാനം എപ്പോഴും നിങ്ങൾ കൊടുക്കണത്. അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റുന്നത്. ദൈവത്തിന് അറിയാമത്. കാര്യം അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ പൊടി മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. നിങ്ങൾ ആ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യം നടന്നാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. അതുകൊണ്ട് അത് ദൈവത്തിന് അറിയാം. ഈ അഭ്യാസമുള്ള ആൾക്കാരുമായിട്ട് ഉടമ്പടി ആ ഫയൽ പോലെ ദൈവം നോക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാം ഇത് വണ്ടി വിടാൻ വേണ്ടി വേണമെന്ന് നിൽക്കുകയാണെന്നറിയാം. സംഭവം നടന്നിട്ട് ഉടനെ അടുത്ത വണ്ടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പോലും ഇവരെ കിട്ടത്തില്ല. പിന്നെ കാര്യം അവിടെ കഴിഞ്ഞകാല ഫയലെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അപകടം പറഞ്ഞിരിക്കണം നിങ്ങളുടെ പഴയ ഫയലാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉടമ്പടി കേട്ടിട്ട് ആൾക്കാരുടെ ഗ്രോത്ത് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം പറ്റിയിരിക്കണത്. അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം വെച്ചാൽ ഈ പഴയ ഫയൽ കീറിയാൽ നല്ലത്. അത് കത്തിച്ച് കളഞ്ഞാൽ നല്ലതായിരിക്കും. പഴയ ഫയലില്ലേ അവനാണ് ആദ്യം കത്തിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് ഇതുപോലെ ഇപ്പം ആൾക്കാരുടെ സാക്ഷ്യം എന്താ പറയണത്? ഞാനൊരു നല്ല കത്തോലിക്ക കുടുംബത്തിലുണ്ടായിരുന്ന ആളാണ്, ഞാൻ നല്ല ക്രിസ്തീയ കുടുംബത്തിലുള്ള ആളാണ്, പക്ഷേ ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാനിപ്പോൾ യഥാർത്ഥ ദൈവത്തെ കണ്ടതൊക്കെ. അപ്പം നല്ല കത്തോലിക്ക കുടുംബത്തിലും നല്ല ക്രിസ്തീയ കുടുംബത്തിലും ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടി എടുത്ത് ജീവിക്കാൻ തുടങ്ങി 90 ദിവസം ആയപ്പോഴാണ് അവർ ദൈവത്തെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഉടമ്പടി എന്ത് പവർഫുള്ളായിരിക്കും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങളുടെ പഴയ വിഷയങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിഷയമല്ല. നിങ്ങളിവിടെ എഴുതിയിട്ടിരിക്കുന്ന വിഷയം നിങ്ങളുടേതല്ല. ആടാണത്. അത് ഓൾറെഡി ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? 2 ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന്, പഴയ ഫയൽ കത്തിക്കണം. എന്തിനാ? പഴയ ഫയൽ കുറേ ഉണ്ടാവുകയെ. അത് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഞാൻ ബൈജൂസ് എന്ന് പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാണ്. അയാൾ പറഞ്ഞതെന്താ വെച്ചാൽ, ഇത് എന്തൊക്കെ പറഞ്ഞാലും 90 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടാലും 90 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളതെന്ന്. എന്താണ് കഷ്ടപ്പെടാന്ന് തീർന്നറിയാം. ഉടമ്പടി കഷ്ടപ്പാടൊന്നുമില്ല. അതായത് ഇവിടെ വൃത്തിമനോട് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനി സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. ഇല്ലാത്ത എന്താ ഒരെണ്ണം പറ. നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിരിക്കണേ. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടല്ലേ പത്രം എടുത്ത് കഴിച്ച് തന്നിരിക്കണേ. സാക്ഷ്യത്തിൻ്റെ പത്രം, ഒരു 10-100 സാക്ഷ്യത്തിൻ്റെ പത്രം തന്നിരിക്കണം. എന്താ കാര്യം? പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ ആൾക്കാർ ചെയ്യണത് എന്താണെന്നറിയാമോ? അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പത്രം എന്തിനാണ്? പത്രത്തെ ഉള്ളത് വിശദീകരിക്കും. അവരുടെ ജീവിതം തന്നെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ആൾക്കാർ പറയണത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും എനിക്ക് തോന്നി മറുനാടൻ മലയാളികളാണ് പലപ്പോഴും ഉടമ്പടിയിൽ ഒരു 10 പോയിൻ്റ് കൂടെ നിൽക്കണേ. ഞാൻ ഓരോ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാകണതാണ്. അവിടെ കാര്യം അവരെല്ലാവരും തന്നെ അഖണ്ഡജപമാല ഉപയോഗിക്കുന്നവരാണ്. 1000 മണി അഖണ്ഡജപമാല ഉപയോഗിക്കുന്നവരാണ്. അതിൽ മുടങ്ങാതെ വരുന്നവരാണ്. അതുപോലെ മാതാവിൻ്റെ എല്ലാ ദിവസവും അതുപോലെ തന്നെ ആചരിച്ചു പോകുന്ന കൂട്ടായ്മകൾ നമുക്ക് മിക്ക രാജ്യങ്ങളും പല രാജ്യങ്ങളും ഉണ്ട്. ഞാൻ പിന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്നോടത് ബൂസ്റ്റ് ചെയ്യാൻ കർത്താവ് അത് പ്രധാനപ്പെട്ട കാര്യം മിനിസ്ട്രിയായിട്ട് എടുക്കാൻ അമ്മ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ബൂസ്റ്റ് ചെയ്യാത്തത്. വല്ലപ്പോഴൊക്കെ ഒന്ന് യൂറോപ്പിൽ പോയി ഒരു ധ്യാനം എടുക്കുക എന്നല്ലാതെ ആ സ്ഥിരം പരിപാടി എടുത്തിട്ടില്ല. അതെടുക്കാൻ തന്നെ കാരണം തന്നെ ഈ ശുശ്രൂഷകൾ ഇവിടെ നടക്കേണ്ടതാണ്. പകുതി മുക്കാലും അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടം ഇതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യക്ഷീകരണത്തിനൊരു ആനുകൂല്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ മറ്റുള്ളവർ ഇവിടെ നാട്ടിൽ വന്നിട്ട് ആദ്യം നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ വരേണ്ട കാര്യം എന്താ? ആ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട് ഇവിടെ. അപ്പം നമ്മൾ അമ്മയോട് ഒരു കാര്യം അമ്മയുടെ മാധ്യസ്ഥ ചോദിക്കണത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കണത്. കാര്യം എന്താണ്? ഉടമ്പടി പോലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അല്ല കൃപാസനം ഉണ്ടായിട്ട് 30 കൊല്ലം കഴിഞ്ഞ് ഇതിൽ ഇത്രയും നാളായിട്ട് ഉടമ്പടി തന്നിട്ടില്ല. 2016 ഉടമ്പടി തന്നത്. ആ 2015 ഉടമ്പടി തന്നത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥലത്ത് ഞാൻ മാതാവിനെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ ധൂപം ചാർത്തിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് 6 മാസത്തിൽ ഉടമ്പടി തന്നത്. അതൊക്കെ മുമ്പ് ഞാനിവിടെ ഇല്ലേ? അതൊക്കെ മുമ്പ് ഈ ബലിപീഠമില്ലേ? ഈ സ്ഥലമില്ലേ? എല്ലാം ഉണ്ട്. പക്ഷെ പ്രത്യക്ഷീകരണത്തിന് ഭയങ്കര പവറാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യക്ഷീകരണം
ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയും ഔദ്യോഗികമായി സഭ ഏറ്റെടുക്കാൻ വേണ്ടിയും. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? മാതാവേ, പ്രത്യക്ഷീകരണത്തിനെ സഭ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവപിതാവിൻ്റെ ഇഷ്ടം മഹത്വപ്പെടാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ പ്രത്യക്ഷീകരണത്തിന് എൻ്റെ ദൈവിക ലക്ഷ്യം സഭ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവപിതാവിന്റെ തിരുമനസ് നിറവേറി പിതാവായ ദൈവവും ഏകജാതനും മഹത്വപ്പെടാൻ വേണ്ടി കാനായിലെ കുടുംബത്തിൽ നിൽക്കുന്നതുപോലെ ദൈവ മഹത്വത്തിന്റെ മധ്യസ്ഥയായി പരിശുദ്ധ അമ്മയെ നീ അടയാളപ്പെടുത്തിയതുപോലെ അൾത്താറയിലെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടിസ്ഥാനത്തിലെ ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ആലയത്തെ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കണമേ, മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ വെളിപാടില്ലേ? എന്താ സംഭവം? മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥ. ഇന്ന് നാളെ ഞാൻ രാവിലെയും ഈ വിഷയമാണ് സംസാരിക്കുന്നത്. മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥ. നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥ അനുകൂലമായാലും ജീവിത കാലാവസ്ഥ പ്രതികൂലമായാലും നമ്മൾ വിജയിച്ചാലും തോറ്റാലും ദൈവത്തോട് നമ്മൾ പറയണത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മനസ്സിലായില്ലേ? അപ്പോഴെന്താണ് ഈ കാനായിലെ കല്യാണത്തിലെ ദൈവം ആ പ്രാർത്ഥന ഏറ്റെടുക്കാൻ കാരണം എന്താണ്? മാതാവിൻ്റെ പ്രാർത്ഥനയാണ്. മാതാവ് എന്താ പ്രാർത്ഥിച്ചത്? അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞതല്ല, എനിക്ക് നിനക്ക് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്നൊരു സൈലൻസ് അവിടെ ഉണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ മറിയത്തിൻ്റെ പ്രാർത്ഥനയാണ്. എന്താണ്? ഇത് നടക്കത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇത് എനിക്ക് നിനക്ക് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ സമയം സമാഗതമാകാൻ വേണ്ടി അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. എന്താണ്? അപ്പാ, അങ്ങയുടെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നാണ് സമയം ചുരുക്കണത്. എന്താണ്? അത് 12:28 ഫോർമുല അനുസരിച്ചുകൊണ്ട് ഉടനെ സമയം ചുരുക്കും. എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത് യേശുവിൻ്റെ മഹത്വം ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആദ്യ അടയാളമാണെന്ന് പറയത്തില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് ഇത് അമ്മയുടെ പ്രാർത്ഥന ഇത് വരണത്. എനിക്ക് നിനക്ക് എൻ്റെ സമയം ഇനി സമാഗതമല്ല എന്നുള്ളത് ശാശ്വതമായ സത്യമാണ്. ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിന് വേണ്ടി അമ്മ ഉപയോഗിച്ച ഫോർമുല എന്താണ്? അപ്പാ, അങ്ങയുടെ പുത്രൻ്റെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങേ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം പെട്ടെന്നാണ് ഉത്തരം. എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അതാണ് പറയണത്. അത് ഒന്നിട്ട് വായിച്ച് ആദ്യത്തെ അടയാളം എന്നാണ്. അപ്പൊ ഇനിയും മഹത്വപ്പെടുത്തുന്ന അണ്ടർസ്റ്റുഡ് ആണ് എൻ്റെ അകത്ത്. വായിച്ച് എൻ്റെ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. അടയാളങ്ങളുടെ അത് ഇനിയും മഹത്വപ്പെടുന്നില്ലേ? 12:18 ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പൊ അമ്മയുടെ പ്രാർത്ഥന എന്താണ്? അപ്പാ, സമയമായില്ലെന്നാണ് ഈശോ പറയണത്. പക്ഷേ എൻ്റെ അസ്ഥിന്ന് ലോകം വിശ്വസിക്കണം അപ്പാ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. അടയാളങ്ങളുടെ ആരംഭമാണ്. പിന്നെ അടയാളങ്ങളുടെ ഘോഷയാത്രയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അതിന് പ്രത്യേകിച്ച് ഒരു പരിഗണനയുമില്ല. ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത് അവരെല്ലാം കർത്താവ് വിശ്വസിക്കും. ഒന്ന് ആദ്യം തന്നെ നമ്മുടെ വിശ്വാസം നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കേ. ഒന്ന് ചൊല്ലിക്കൊടുത്തേ. സർവശക്തനായ പിതാവും
ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് രോഗികളെ സുഖമാക്കുന്ന സമയമാണിത്. നിങ്ങൾ സ്തുതിച്ചോണ്ടിരുന്നാൽ മാത്രം മതി. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്പെടുതാറുന്ന അത്ഭുതകരം, ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവേ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥന അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തിയാൽ അവർക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ ഓരോ കോശങ്ങളിലും പെസുകളിലും ഞരമ്പുകളിലും ഉച്ചമുതൽ ഉള്ളംകാലം വരെ നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്തു. കർത്താവേ, തൈറോയിഡിന്റെ അസുഖങ്ങളുടെ സമയത്ത് പ്രാർത്ഥിക്കും. ജനങ്ങളെ മാത്രം ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം കർത്താവേ തൈറോയിഡ് രോഗികളെ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികളെ, ഹൃദയാഘാതമുള്ളവര്, ഹൃദയത്തിൻ്റെ ബ്ലോക്കുകളുള്ളവര്, സ്പോണ്ടിലോസിൻ്റെ അസുഖങ്ങളുള്ളവർ, സ്പൈനിൻ്റെ അസുഖമുള്ളവർ കർത്താവിനെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവ് എല്ലാ കോശങ്ങളും, പെസുകളും, ഞരമ്പുകൾ, സിസ്റ്റുള്ളവർ കർത്താവ്, ത്വക്ക് രോഗികൾ, വിശപ്പ് രോഗികൾ, സോറിയാസിസ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ നീർക്കെട്ടലുള്ളവർ കർത്താവിൻ്റെ നാമം സൗഖ്യപ്പെടട്ടെ. ഗർഭാശയ രോഗികൾ, ആമാശയ രോഗികൾ, മക്കളില്ലാത്തവർ, കർത്താവ് മുഴകളുള്ള ശരീരത്തിൽ മുഴകളുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ, അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി വളഞ്ഞവരെ യേശുവിൻ്റെ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ ധീരവേദികൾ ഈ നിമിഷം അമ്മമാർ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ ജ്വലിച്ചു നിൽക്കുന്ന
ദൈവത്തിന് മഹത്വമാകുന്ന പരിശുദ്ധ കുർബാനയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന രോഗങ്ങളെ യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കർത്താവിന് ശക്തി കൊടുക്കട്ടെ. കർത്താവിന് അസ്ഥിക്കുഴകള്, നാടിഞ്ഞരമ്പുകള്, ശ്വാസകോശങ്ങള്, ലിഗമെന്റ് പൊട്ടിയ അവസ്ഥകള്, ഒപ്പപ്പെട്ട റാഡുകള്, അകപ്പെട്ട റാഡുകള് എല്ലാം കർത്താവേ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. സമാധാനം ഇല്ലാത്തവര്, ഡിപ്രഷൻ രോഗികള്, ആത്മഹത്യ കുറിച്ച് ചിന്തിക്കുന്നവര്, അതിലെല്ലാം പരാജയ ഭീതിയുള്ളവര് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം ദേവതാവേ, നന്ദി ദേവതാവേ, മഹത്വം. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അത് പലപ്പോഴും പരാജയപ്പെട്ടു പോയവരെ, ടെസ്റ്റിൽ തോറ്റുപോയവരെ, ഇൻ്റർവ്യൂ തോറ്റുപോയവരെ, പലതും കഴിഞ്ഞതിന് ശേഷം വിജയകരമായി തീർന്നിട്ടെങ്കിലും ജോലിക്ക് വേണ്ടിയുള്ള ലെറ്റർ കിട്ടാത്തവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വിദ്യാഭ്യാസ രേഖകൾ വിത്തുകളുടെ പോയവരെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരെ, അത് നൽകപ്പെടാത്ത അവസ്ഥകളെ, ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെ, മക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, എല്ലാ മേഖല ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേദനിച്ച് പ്രാർത്ഥിക്കുന്നുവോ, കേസുള്ളവരെ, പോലീസ് കേസുകൾ, കോടതി കേസുകൾ, വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകൾ, ജപ്തി നടപടികൾ, യാത്രാ തടസ്സങ്ങൾ, യാത്രാ ക്ലേശങ്ങൾ, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ 39 വർഷം അർപ്പിച്ച കൃപായുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൽത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കേട്ടോ. അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഈശോ ദിവ്യകുർബാന എഴുന്നള്ളി നിൽക്കുന്ന ദൈവികമായ ആരാധന നിമിഷങ്ങളിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും. ഓൺലൈനിലുള്ളവരും അതേ ഫീൽഡിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അഭ്യർത്ഥിക്കുന്ന
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിത സാഹചര്യങ്ങളെയും ദൈവ മഹത്വ രൂപാന്തരീകരണമാക്കി മാറ്റണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാനായിലെ ആദ്യ അത്ഭുതത്തിൽ ദൈവമാതാവ് മധ്യസ്ഥം വഹിച്ച് ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ള ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിത വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് യേശുനാമ മഹത്വത്തിനായി അവയും പുതുവീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ